സംസ്ഥാനത്ത് നവംബർ മാസത്തെ റേഷൻ വിതരണം നാളെ ചിലപ്പോൾ അവസാനിച്ചേക്കാം. 30-ാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് നാളെ 29-ാം തീയതി നവംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കുകയാണ് എങ്കിൽ ഞായറാഴ്ച കഴിഞ്ഞ് ഒന്നാമത്തെ പ്രവൃത്തി ദിവസമായ തിങ്കളാഴ്ചയും റേഷൻ കട അവധിയാകാനുള്ള സാധ്യതയുണ്ട്. ഇനി നീട്ടി നൽകുകയാണ് എങ്കിൽ തിങ്കളാഴ്ച അവധി ഉണ്ടാകുകയില്ല. നവംബർ മാസത്തെ റേഷൻ നവംബർ മാസം നാളെ തന്നെ അവസാനിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ഇനിയും റേഷൻ വാങ്ങാത്തവരാരെങ്കിലും ഉണ്ട് എങ്കിൽ ഉടനെ റേഷൻ കടകളിലെത്തി ഈ മാസത്തെ ഭക്ഷ്യധാന്യങ്ങൾ കൈപ്പറ്റണമെന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ സപ്ലൈകോ വിഹിതങ്ങൾ ഈ മാസത്തേത് സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വാങ്ങിയിട്ടില്ലെങ്കിൽ അതുകൂടി കൈപ്പറ്റേണ്ടതാണ്. അതുപോലെ 13-നും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ 20 കിലോ അരി 25 രൂപ നിരക്കിൽ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അടുത്തുള്ള സപ്ലൈകോയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ലഭിക്കുക. അതുണ്ട് എങ്കിൽ നിങ്ങൾ അതും കൈപ്പറ്റണം. ഓരോ മാസത്തിലുമാണ് ഇത് ലഭിക്കുക. അപ്പോൾ നാളെ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ചയാണ് 30-ാം തീയതി വരുന്നത്. അത് കഴിഞ്ഞാൽ സപ്ലൈകോയിൽ നിന്നും ആ ഒരു മാസത്തെ, അതായത് നവംബർ മാസത്തെ വിഹിതം ഈ ഒരു അളവിൽ ലഭിക്കുകയില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഡിസംബർ മാസത്തിലേക്ക് പറഞ്ഞാൽ പുതിയതായിരിക്കും. ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫിയറുകൾ വരുന്നുണ്ട് സപ്ലൈകോയുടെ, അതുപോലെ തന്നെ ചന്തകളും ഒക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ മറ്റു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാം. ഇപ്പോൾ റേഷൻ വാങ്ങാത്തവർ നാളെ 29-ാം തീയതി ശനിയാഴ്ച തന്നെ പോയിട്ട് വാങ്ങണം എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, BPL മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിന് നിലവിൽ നീല വെള്ള റേഷൻ കാർഡുള്ള ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്തവർക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഡിസംബർ 16 വരെ അതിനുള്ള സമയമുണ്ട്. ഇപ്പോൾ ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ്. ഇപ്പോഴത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അപേക്ഷിക്കുന്നവർക്കെല്ലാം ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ഒഴിവുകളാണ് സംസ്ഥാനത്ത് വന്നിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള അപേക്ഷകർ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അർഹതയുള്ളവർ അപേക്ഷ നൽകുക. സംസ്ഥാനത്ത് പെൻഷൻ വിതരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കയ്യിൽ പെൻഷൻ ലഭിക്കുന്നതാണ്. 2 മാസത്തെ 3600 രൂപയാണ് ലഭിക്കുന്നത്. കെട്ടിടനിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവും ഉടൻ ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് വിതരണം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം ഒന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കരുത്. 2 മാസത്തേത് ഉണ്ടാകും എന്നുള്ളതാണ് വിവരം. അവർക്ക് 3600 ലഭിക്കാനാണ് സാധ്യത. മറ്റൊന്ന്, അവർക്കുള്ള ബാക്കിയുള്ള കുടിശ്ശിക അതും ഉടൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ഡിസംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇലക്ഷന് മുമ്പ് ലഭിക്കുമോ എന്ന് ഒരു അഭിപ്രായമുണ്ട്. അതിനെക്കുറിച്ച് അറിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്.